അപ്പോഴപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ മകൻ മരിക്കുന്നു, എൻ്റെ മകൻ എന്തോ എന്തിനു ദുഃഖിക്കണം? ദുഃഖം എന്തുകൊണ്ട് വരുന്നു? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട്, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ സത്യസന്ധത കൃത്യമായിട്ട് ക്രമീകരിച്ചുകൊണ്ട് പോകുന്നു. എൻ്റെ മകൻ മരിക്കുന്നു, അവൻ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ തോന്നിയാസം നടന്നിട്ട് അവൻ തോന്നിയാസം നടന്ന അവന് പ്രശ്നങ്ങളുണ്ട്, അടിയും വഴക്കൊക്കെ ഉണ്ടാകും. അവൻ ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ സത്യസന്ധമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, പ്രവർത്തിക്കേണ്ട സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു. അവർക്കതൊന്നുമല്ല. അപ്പം പറയണതൊന്നും ശരിയല്ല, അപ്പം പറയണ തോന്നിവാസമാണ്, ആയിക്കോട്ടെ. അപ്പം പറയണത് ശരിയല്ല എന്ന് പറയുന്നൊരു മകനോട് എന്തു പറയാന്? അപ്പന് അപ്പം പറയണത് പോലെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയണ മകന് അപകടം വന്ന് മരിച്ചു പോയാൽ അവൻ മരിച്ചു പോകണം. മനസ്സിലായോ? കാരണം അവൻ നേരെ ചൊവ്വേ പോകാഞ്ഞോണ്ടല്ലേ അവൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയത്. നമ്മൾ ഒരു കാര്യം പറയുന്നത് നമ്മളെ സത്യസന്ധതയിൽ നിന്ന് പറഞ്ഞു, അത് കേൾക്കാത്തപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനകത്ത് വേറെ യാതൊരു കാര്യമില്ല. ഞാൻ ഒരു കാര്യമില്ല. കാരണം ചെയ്യാവുന്ന കാര്യങ്ങൾ ആരോടാണെങ്കിലും സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ അതിനപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല. കാരണം ഇവിടെ നമുക്കൊരിക്കലും സൂര്യനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ചന്ദ്രനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇവിടെ ഒരു സംഭവം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ചലിപ്പിക്കുന്ന നമ്മൾ ജീവിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം അനിവാര്യമാണ്. അതിനകത്ത് യാതൊരു കാരണവശാലും നമ്മൾ 10 പേര് എനിക്ക് കൂട്ടുകാരുണ്ട് നടക്കത്തില്ല. മനസ്സിലായോ? എല്ലാവരും ഞാൻ ശരിയാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ശരിയാകത്തില്ല. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ ശരിയാകുമെന്ന് വിചാരിക്കുന്ന പൊട്ടന്മാരാണ്. 10 പേര് സപ്പോർട്ട് ചെയ്താൽ മതി എല്ലാം ശരിയാകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനത്തെ പൊട്ടന്മാരാണ്. മനസ്സിലായോ? സംഭവിക്കുന്ന എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ജീവിതം. അല്ലാണ്ട് ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ച്, ഏതോ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് ആ ഗ്രന്ഥം പറഞ്ഞ് വായിച്ചാൽ സ്വർഗത്ത് പോകും, മരിച്ചതിന് ശേഷം ജീവിക്കും. പൊട്ടത്തരമാണ്. മരിച്ചു പോയി. ഒരു സ്വർഗവുമില്ല, ഒരു നരകവും ഇല്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാത്തത് കൊണ്ട് മനുഷ്യൻ പണ്ടുണ്ടാക്കിയ കഥകളാണിതെല്ലാം. അല്ലാണ്ട് ഇതിനകത്ത് ഒരു മാങ്ങാത്തുലിയില്ല. ഈ മരിച്ചതിന് ശേഷം പുനർജന്മമാണെന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരം നിൽക്കുന്നിടത്താണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. ആർക്കൊക്കെ പുനർജന്മമുണ്ട്, സ്വർഗത്ത് പോകുമെന്ന് പറയുന്നവരൊന്നും അവർക്കൊന്നും സത്യസന്ധത അവരുടെ 7 അയലത്തുണ്ടാകില്ല. അവർക്ക് സത്യസന്ധത ആവശ്യമില്ല. മനസ്സിലായി? കാരണം ഒരു പുനർജന്മം എടുക്കും, സ്വർഗത്ത് പോകും. മനസ്സിലായ? അങ്ങനെയുള്ളവർ പോയിക്കോട്ടെ, അവരെ നമ്മളെ കൈകൂപ്പി വിടുക. അവരെ മനസ്സിലായ? എത്രയും പെട്ടെന്ന് അവര് എന്തോ ഇന്റർഫിയർ ചെയ്യണ്ട. മനസ്സിലായ? ട്രെയിൻ ട്രാക്കിൽ കൂടി പോകുന്ന പോലെ പൊയ്ക്കോളൂ. അത് മനസ്സിലായ? ട്രെയിൻ ട്രാക്കിൽ കൂടി പോകുന്ന പോലെ അത് എവിടെ ചെന്ന് അവസാനിക്കണം അവിടെ ചെന്ന് അവസാനിച്ചോളൂ. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തിട്ടൊന്നുമില്ല.